ഹായ് നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കുറച്ചേറെ നാളായി നമ്മൾ കണ്ടിട്ടല്ലേ. ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിലൊന്നും അങ്ങനെ സജീവമല്ല. എന്തായാലും ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു ചെറിയ സഹായം നിങ്ങളോട് ചോദിക്കാനാണ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു മൃഗസ്നേഹി, ഒത്തിരി ഡോഗ്സിനെ നോക്കുന്ന ഒരു പാവം ഒരു ചെറുപ്പക്കാരൻ്റെ വീട് ജപ്തിയാവുന്നൊരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുകയാണ്. 6-7 ലക്ഷം രൂപ ബാങ്കിൽ കുടിശ്ശികയുണ്ട്. അവരുടെ വീട് ജപ്തിയായി പോകുന്നൊരവസ്ഥയിലോട്ടാണ് പോയിരിക്കുന്നത്. നമ്മളൊരു ചെറിയ ചെറിയ സഹായങ്ങൾ, കുറച്ച് ചെറിയ എമൗണ്ടുകൾ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അയാളെ സഹായിക്കാൻ കഴിയും. ഞാൻ എൻ്റെ കുറേ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ട് കുറച്ച് കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ട്. ബാക്കി ഇനി കുറച്ചേറെ പൈസയുടെ ആവശ്യം കൂടെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കറിയാമല്ലോ, ജെന്യൂൻ അല്ലാത്തൊരു വിഷയത്തിൽ ഞാൻ സംസാരിക്കാൻ വരത്തില്ലെന്നും ഒരു എൻ്റെ പേജിൽ അങ്ങനെ ഞാൻ ഫണ്ട് റൈസ് ചെയ്യുന്ന ഒരു പോസ്റ്റ് ഇടാറില്ലെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനൊരു മൃഗസ്നേഹിയാണ്. എനിക്ക് ഇങ്ങനെ അവർക്ക് ആ വീട് പോയാൽ അത്രയേറെ ജീവികൾ റോഡിലാകുന്ന ഒരവസ്ഥയിലോട്ട് പോകും. അപ്പം നമ്മൾ സുഹൃത്തുക്കൾ, നമ്മൾ ഒരു മനുഷ്യത്വമുള്ള നമ്മൾ ഓരോരുത്തരും നമ്മളെക്കൊണ്ട് പറ്റും പോലെ ഉള്ളത് ഒരു 100 രൂപ വെച്ചെങ്കിലും കൊടുത്ത് സഹായിക്കണമെന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ അപേക്ഷിക്കുകയാണ്. അങ്ങനെ ഞാൻ വീഡിയോ ഒന്നും ചെയ്യേണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ അവരുടെ അവസ്ഥ വളരെ മോശമായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു പോസ്റ്റുമായിട്ട് ഞാൻ വന്നത്, റിക്വസ്റ്റ് പോസ്റ്റുമായിട്ട് വന്നത്. അപ്പോൾ പറ്റുമെങ്കിൽ പറ്റുന്നത് പോലെ, നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് പോലെ എല്ലാവരും ഷിൻജിത്തിനെ സഹായിക്കണം. ഹലോ പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് സഹായിക്കാവോ? നമ്മുടെ വീട് ജപ്തിയിലാണ്. കഴിഞ്ഞ ദിവസം ബാങ്കിൽ നിന്ന് ആൾക്കാർ വന്നായിരുന്നു. ലേലത്തിൻ്റെ കാര്യം സംസാരിച്ചിട്ട് ഉടനെ പൈസ അടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ വീട്ടിലെ അച്ഛനും അമ്മയും ഞങ്ങൾ 3 പേരാണ്. അമ്മയ്ക്കാണ് നടക്കാനും പറ്റത്തില്ല. പിന്നെ എനിക്ക് ഒരുപാട് ഡോഗ്സും പൂച്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരെയും കൊണ്ടൊക്കെ എങ്ങോട്ട് പോകുമെന്ന് അറിയത്തില്ല. അപ്പോൾ എല്ലാവരും ഇതൊരു നെഗറ്റീവായിട്ട് ആരും കാണരുതേ. അത്ര ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. പിന്നെ അസുഖങ്ങളൊക്കെ ആയിരുന്നു അമ്മയ്ക്കൊക്കെ, അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാവരും സഹായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു. അത്രയും ബുദ്ധിമുട്ടായിട്ടാണ് കേട്ടോ ചോദിക്കുന്നത്. 6,50,000 മേലെയാണ് അടയ്ക്കാനുള്ളത്. ഓക്കെ, നമ്മൾ സ്ഥലം ലേലം ചെയ്യുന്ന നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നേ. അവർ പരസ്യം അച്ഛൻ ഇവിടെ ഇപ്പം ഉണ്ടാനേ. ഇവിടുന്ന് പോയി കുറച്ചു മുന്നേ പോയി. ഒന്നും ആയിക്കില്ല, നോക്കുന്നുണ്ടാ, ശരിയാക്കില്ല. ഒന്നും ആയിട്ടില്ല, നോക്കുന്നുണ്ടായിരുന്നു, സെറ്റാക്കില്ല. ആ, പമ്പുണ്ട്. അത് കിട്ടിയില്ല, നോക്കുന്നുണ്ടായിരുന്നു, ഒന്നും ആയിട്ടില്ല. പുറത്തുനിന്നുള്ള ആളുകളാരെയും വന്ന് എടുക്കുകയാണെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ ബാങ്കിൽ തന്നെ എടുത്തിട്ട് ബാങ്കിന്റെ പേരിലാണ്. ഇതിലിപ്പോ ഞങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ഇപ്പൊ എത്ര സമയം തന്നാലും നിങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ഒരു ബോധ്യം ഞങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാത്തിരുന്നിട്ട് എന്താ കാര്യം? നിങ്ങളൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, അടുത്ത ലേലത്തിലേക്ക് പത്രപരസ്യം വന്നോട്ടെ. ഇത് നേരത്തെ അളന്ന സ്കെച്ച് നമ്മളെ കയ്യിലുണ്ട്. ആ പത്രപരസ്യം വെച്ചിട്ട് നമുക്ക് ലേലം ചെയ്യാം. ഒരു 10-45,000 റുപ്യ കൂടി ആ ചെലവ് കൂടി നിങ്ങൾക്ക് വരും, അത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും അടയ്ക്കാൻ പറ്റുമോ നിങ്ങൾ ആലോചിച്ച് നോക്ക് കേട്ടോ. കേട്ടോ, അമ്മയോടും പറഞ്ഞേക്ക് കേട്ടോ. അമ്മയെ നിങ്ങളറിയാം കേട്ടല്ലോ അല്ലേ? എന്തെങ്കിലും സംവിധാനം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യേ. ഞാൻ
എന്നാ ഈ കസേരയിൽ ഇരിക്കുന്ന ചിമ്പു 1, ചിമ്പു